മാണിക്കേളെ നമുക്ക് ഷമീർ ഉണ്ടാക്കി വെച്ച കുറച്ച് തരികയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഷമീറിനെ അറിയാലോ, നീല തുണിയും വെള്ള ബനിയനിട്ട ആളാണ് ഷമീർ. ഒന്ന് സൂം ചെയ്തോളി, ആളെ മുഖം കാണാം. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളുണ്ടല്ലോ പട്ടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, മരത്തിൻ്റെ പട്ടി കൊണ്ട് ഉണ്ടാക്കിയുള്ള സ്ഥലമാണ്. ബീച്ചിലാണ് വീട്. പക്ഷേ ഇത് ഉണ്ടാക്കിയതുകൊണ്ട് വളരെ ഉപകാരമാണ്. കാരണം അവിടെ ഇരുന്നിട്ട് കാറ്റ് കൊണ്ട അതിനൊരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് തരികട അതൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ടൊന്ന് കയറാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. മാണിക്കേള എല്ലാത്തി ഫെയിൽ ഗെയിം മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാണിക്കേള ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മന്തി ഉണ്ടാക്കാനാണ്. മന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തൃശ്ശൂരത്തെ മന്തിയൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ളവരാണ്. മലപ്പുറം മന്തി കഴിക്കാത്തവരും വളരെയധികം കുറവാണ്. കാരണം മലപ്പുറം മന്തി എന്ന് പറഞ്ഞാൽ മലപ്പുറം മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ സ്ഥലത്തിന് തന്നെ പ്രത്യേക പേരാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്ന മലപ്പുറം മന്തിയാണ്. നമ്മൾ ഷമീറിൻ്റെ മോൻ്റെ സുന്നത്ത് കല്യാണമാണ്. അപ്പോൾ അതിന് എന്തായാലും വേണ്ടില്ല, ഷമീർ പറഞ്ഞു മലപ്പുറം മോഡൽ ഒരു മന്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ആ മലപ്പുറം മന്തി ഉണ്ടാക്കി അതൊന്ന് കഴിച്ചു നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്കിവിടെ തുടങ്ങിയാലോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് ഒന്ന് അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എന്നെ സഹായിക്കാനായിട്ട് ഷമീർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു അമ്മായി ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞുമാട മോളുണ്ട്. അപ്പോൾ കോഴി അവർ കഴുകി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അവർ കഴുകുമ്പോൾ അതിൻ്റേതായ ഒരു ലെവലിൽ അവർ കഴിക്കോളും. അപ്പോൾ കോഴി കഴിയുകൊണ്ടിരിക്കുന്നതിടക്ക് നമ്മൾക്ക് അവിടെ കാവൽക്കാരായിട്ട് കുറച്ച് കാക്കയും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലൊരു കൊക്കുണ്ട്. കാരണം ഇതിൽ നിന്ന് പോകുന്ന വേസ്റ്റുകൾ അവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അരി നമ്മളിവിടെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴിയൊക്കെ വെള്ളം പാർന്ന് അത് മസാല കൂട്ടാൻ എന്തൊക്കെ വേണം നോക്കിയാലോ. നമുക്ക് ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കി ചെയ്ത് വയ്ക്കുക. അതിലേക്ക് നമുക്ക് മന്തിപ്പൊടി ഒരു 3-4 ടീസ്പൂൺ നമുക്ക് ഇടാം. അതിനുശേഷം ചെറിയ ജീരകം പൊടിച്ചത് 3 ടീസ്പൂണ്. പിന്നെ കളറ് മഞ്ഞ ചുവപ്പ് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുക. ഇഞ്ചി പച്ചമുളകില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊരു 1/4 കിലോ വീതം അരച്ചത് അത് വേണം. അതിനുശേഷം നമുക്ക് ഓയിൽ കുറച്ച് ഒഴിക്കുക, മാഗി സ്റ്റോക്ക് 2 ഇടുക, ഉപ്പ് ആവശ്യത്തിന് ഒഴിക്കുക, കുറച്ച് സുർക്ക് ഒഴിച്ചതിന് ശേഷം മസാല നമുക്ക് മിക്സ് ചെയ്തിട്ടൊരു ബാത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, നല്ല വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ച കോഴിനെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം നമുക്കത് ഊറ്റി വെക്കാം. ഊറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള കായം തേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വെള്ളം വീണ്ടും ഊറ്റി വെച്ച കോഴിയുടെ വെള്ളം വാർന്നു പോയപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നമ്മൾ നേരെ കോഴിയിലേക്ക് ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം മസാല പിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം നോക്കാം. അപ്പോൾ ഷമീർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം. അതൊക്കെ ശരീരത്തിന് നല്ലതാണ്. രാവിലെ എണീച്ചാൽ രാവിലത്തെ ഒരു എക്സസൈസും കൂടിയാണ് മണിക്കുള്ള മന്തിക്കുള്ള കോഴി പൊരിക്കാനുള്ള ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 പാക്കറ്റ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അവ നമുക്ക് കോഴിനെ എന്ത് ചെയ്താൽ നൈസായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഒരുപാട് വേവിക്കാൻ പാടില്ല, കാരണം ചൂടുവെള്ളത്തിൽ കിടന്ന് കുറച്ച് വെന്തിട്ടുള്ളതാണ്. ഇനി എണ്ണയിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് വേഗം കോരി എടുക്കണം. ഇനി ഇത് ദമ്മിൽ കിടന്ന് വീണ്ടും വേവേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കോഴിനൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ മന്തിയിലേക്ക് ആവശ്യമായ കോഴി നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉരുളി ഇറക്കി വെച്ചിട്ട് മന്തി റൈസിന് സവാള ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 500 ഗ്രാം സവാള വേണം, 500 ഗ്രാം തക്കാളി വേണം, 250 ഗ്രാം പച്ചമുളക്, അതുപോലെ തന്നെ 200 ഗ്രാം ഇഞ്ചി, 200 ഗ്രാം വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ വറുത്ത മല്ലി, പട്ട, തക്കോലം, ഏലക്ക, ഗരാമ്പൂ, പെരിഞ്ചീരകം, ഉണക്കഞ്ഞാരങ്ങ, കുരുമുളക്, ഇതൊക്കെ കൂടിയിട്ടാണ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 5-6 ക്യാപ്സിക്കം നമുക്ക് അതിൽ ചെറുതാക്കി അരിഞ്ഞിടാം. നമ്മൾക്ക് ക്യാപ്സിക്കം കിട്ടാത്ത കാരണം നമ്മൾ 2 ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് 10 കിലോ അരിയായ കാരണം 10 മാഗി ക്യൂബ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 നമ്മൾ നന്നായി പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരി വറ്റിച്ചെടുക്കാനുള്ള ചെമ്പ് അടുപ്പത്ത് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചെമ്പ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെമ്പ് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കോഴി പൊരിച്ച സൺഫ്ലവർ ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഈ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, ആ സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സവാള ഏകദേശം ഇങ്ങനെ ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ട്, ആ തക്കാളി നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പട്ട, ഗ്രാമ്പു, മല്ലി, ഏലക്ക, അതുപോലെ തന്നെ ജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മൾക്ക് തക്കാളി സവാള ഇട്ട് കൊടുത്താൽ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി സവാളക്ക് ഏകദേശം
നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഐറ്റം കൂടി ഉണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൽ ഒരു 3 പാത്രം വെള്ളം അത് നമ്മൾ ഒഴിക്കുന്നുണ്ട്. 3 പാത്രം തികയില്ല, നമുക്ക് അതിങ്ങനെ 1.5 പാത്രം വെള്ളമാണ് അരിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഒരു 3 പാത്രം വെള്ളം നമ്മൾ ഒഴിച്ച് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം സെപ്പറേറ്റ് നമ്മൾ ചൂടാക്കി വെക്കണം. ഇനിയിപ്പോൾ അരി ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിനങ്ങനെ വല്ല കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവ് നോക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു 2.5 പാത്രം വെള്ളം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചെമ്പിലിട്ട എണ്ണയിലിട്ട ഐറ്റംസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം നമ്മൾ അതിൽ സ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതായത് കിടന്ന് ഉടഞ്ഞു പോകേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ 2 അരിഞ്ഞിട്ട് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് വെള്ളം. ഒരു പാത്രത്തിന് 1.5 പാത്രം 1.25 പാത്രം വെള്ളം, ആ ലെവൽ തന്നെയാണ് ഇതിനും നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം എക്സ്ട്രാ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, വേവ് കുറയണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാനില്ല. അപ്പോൾ നമ്മൾ നേരത്തെ അളന്ന് വെച്ച വെള്ളം നമ്മൾ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ ഐറ്റംസും ഇട്ടതിന് ശേഷം നമ്മളെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ വെള്ളം നന്നായി തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴാണ് അടുത്ത പരിപാടി. ഉള്ള മാഗി ക്യൂബാണ്. നമ്മൾ 10 കിലോ അരിക്ക് 10 പാക്കറ്റാണ് ഇടുന്നത്. അത് നമ്മൾ ചിക്കനിൽ മറ്റേ ചിക്കൻ പൊരിയാട്ടി മസാലയിൽ നമ്മൾ 2 ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് വെള്ളത്തിൽ ഇടാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ കുറച്ച് പച്ച മസാല ഒന്നുമില്ല, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, ഇതും കൂടെ നമുക്ക് അതിലൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് ഇതിലിട്ട് കൊടുക്കാം. കയ്യുമ്പോൾ ചെറിയൊരു കെട്ടുണ്ട് കേട്ടോ, ഇത് വിറക് വെക്കുമ്പോൾ ആര് കയറിയതാ. വേറെ മസാല ഇട്ടാ മന്തി മസാല നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പച്ച മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിട്ട് മന്തിയാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, ഇത് സാധനം ഒരു വെറൈറ്റിയാണ്. ഇത് തിന്നാൻ നാവിൻ്റെ ടേസ്റ്റ് അത് അവിടെ നിന്നുണ്ടാവും. അതാണ് ഈ മന്തിയുടെ പ്രത്യേകത. ഇത് മലപ്പുറം മന്തിയാണ്. സംഗതിയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. മറ്റേ തൃശ്ശൂർ മന്തിയൊക്കെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്ന് വെച്ച് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട. ബാക്കി പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മന്തി റൈസിനുള്ള വെള്ളം റെഡി. വെള്ളത്തിൽ നമ്മൾ പറഞ്ഞ പോലെയുള്ള എല്ലാ മസാലകളും ഇട്ടിട്ടുണ്ട്. റൈസിനെ കാട്ടി മുന്നേ അതിൻ്റെ റൈസിനുള്ള വെള്ളം വെച്ചിട്ട് എങ്ങനെ നോക്കാം. അതാണ് സംഗതി. ഇത് മലപ്പുറം മന്തിയായ കാരണം ഇതിനൊരു വെറൈറ്റിയാണ്. ഇതിന് നമ്മൾ റൈസ് ഇത് വറ്റിച്ചെടുക്കണം. റൈസ് ഇടും കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ചിക്കനും കൂടി ഇട്ടിട്ട് നമ്മളതിനെന്ത് ചെയ്യും, പാക്ക് ചെയ്ത് അങ്ങനെ വെക്കും. പിന്നെ നമ്മൾ പൊട്ടിക്കുമ്പോഴാണ് മന്തിര ഗുണം എന്താണെന്നുള്ളത് നമ്മളറിയാം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം. അപ്പോൾ നമ്മൾ കുറച്ച് മൈദ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മൈദ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. കാരണം മന്തി റൈസ് നമുക്ക് ദമ്മിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മൂടി വെച്ചതിന് ശേഷം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുഴച്ചിട്ട് അതൊരു ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് നമുക്ക് മാറ്റി വെക്കാം. കാരണം ആ ടൈമിൽ നമുക്ക് കുഴക്കാൻ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ അതവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ റൈസ് മന്തിക്കുള്ള അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. 2-3-4 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, നല്ലമാതിരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കഴുകി വെച്ച 2-3 മണിക്കൂറായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മന്തി റൈസ് നമുക്ക് എന്ത് ചെയ്യുക, തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ നമ്മൾ അതിന്മേ ബലം പിടിച്ച് ഇളക്കാൻ നിൽക്കരുത്. നമ്മൾ മെല്ലെ 1-2 തവണ ഒന്ന് ഇളക്കി അതിനൊന്ന് ലെവലാക്കി വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ച് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. 2-3 തവണ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അരിയൊക്കെ ആൾ നുറുങ്ങി പീസായി വരും. അപ്പോൾ അതിന് നിൽക്കണം. കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് പിന്നെ അവിടെ ഇടുക. പിന്നെ അത് ആ വെള്ളം വറ്റി, അരിയിൽ നിന്നും കുറച്ചും കൂടെ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഇടുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇളക്കാൻ നിൽക്കരുത്. നേരെ എന്ത് ചെയ്യുക, നമ്മളെ കണൽ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് കണൽ അതിലേക്ക് വെച്ച് കൊടുക്കുക. കണൽ വെച്ച് കൊടുത്തിട്ട് ആ കണലിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നേരെ മൂടി വെച്ചിട്ടാണ് മൂടിയിടുക. പിന്നെ അതിൽ കിടന്നിട്ട് 2 പേരും കൂടിയിട്ട് എന്തായിക്കോളും, സെറ്റായിക്കോളും.
നമ്മൾ ദമ്മ് പൊട്ടിക്കുന്ന ടൈമിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മന്തിര ലെവലിൽ റെഡി ആയിട്ട് അവിടെ സെറ്റായിട്ടുണ്ടാവും. നമ്മൾ ആ ദമ്മൊക്കെ കറക്റ്റായിട്ട് മൈദ ഒട്ടിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ മൈദ ഇല്ല എങ്കിൽ അലുമിനിയം ഫോയിലുണ്ട്, അത് വെച്ചിട്ട് കറക്റ്റായിട്ട് മൂടി കൊടുത്ത എയർ പോകാത്ത രൂപത്തിൽ അത് വെച്ച് കവർ ചെയ്തതിന് ശേഷം മൂടി വെച്ചാൽ മതി. മൂടി വെച്ചിട്ട് അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. എല്ലാത്തിനും മൈദ ഒട്ടിക്കുക. മൈദ ഒട്ടിച്ചിട്ട് മണിക്കൂറുകളോളം അവിടെ 1 മണിക്കൂറിന് ശേഷം നമ്മളത് എന്ത് ചെയ്യുക, പൊട്ടിക്കുക. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂറോടൊക്കെ എടുക്കട്ടെ. അപ്പോൾ നമുക്ക് പോയി റെഡി കുളിച്ച് ഫ്രഷായിട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, മന്തി പൊട്ടിച്ച് എന്താ ലെവല് എന്താ പാട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗുഡ് ബൈ. നമ്മളെ മലപ്പുറം മന്തി ഇവിടെ റെഡിയാണ്. അപ്പം മന്തിനെ ദമ്മെന്ന് പൊടിച്ച് നോക്കാം നമുക്ക്. നമ്മൾ അതിൻ്റെ മുകളിൽ സൈഡിലൊക്കെ ഒട്ടിച്ച മൈദൊക്കെ നമ്മളെടുത്ത് നോക്കുമ്പോൾ നല്ലൊരു മണം. ആ മന്തിര ഒരു സ്വാദുമില്ല, എന്താ പറയുക, ആ ഒരു അതിൻ്റെ മൂക്കിൽക്കുണ്ട് അടിക്കുന്നുണ്ട്. ബാക്കി ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കല്ലേ. ഷമീർ മജീദാക്കി മന്തി അടി തുടങ്ങി. അവർക്ക് ഷമീർ ഒരു പിടി തന്ന് ടേസ്റ്റ് ഞാൻ പറഞ്ഞ മജീദിക്കും ഷമീർ പിടിക്കുന്ന കുട്ടികളും കൂടി പറയട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അവരോട് വെച്ച് നോക്കാം. ഞാൻ ടേസ്റ്റ് എന്ന് പറയണൊക്കെ നല്ലത് ഇവർ കഴിച്ചിട്ട് അവർ പറയട്ടെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റ് അല്ലേ? ഒന്ന് പറയാനല്ലേ എങ്ങനെയുണ്ട് മന്തി? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ടാ? സൂപ്പർ. ഗൾഫിന്ന് അവിടെ ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? അതാണ് മലപ്പുറം മന്തി. മന്തി എങ്ങനെയുണ്ട്? സൂപ്പർ. മന്തി എങ്ങനെയുണ്ട്? ശരിക്ക് മലപ്പുറം മന്തി ടേസ്റ്റ് ഉണ്ടല്ലേ? ഇല്ല ആണല്ലോ ഉള്ളതല്ലേ? അപ്പൊ മണിക്കാലയുടെ എന്താ വേണ്ടി ഇതുപോലെ ചെയ്ത് നോക്കണം അല്ലേ? ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം. മന്തി ഒന്ന് കഴിച്ചു നോക്കിയാലോ? കഴിച്ചോരോ അഭിപ്രായം കേട്ടപ്പോൾ ഒരു ചങ്ങടർക്കാനുള്ള വെള്ളപ്പിൻ്റെ വായിലുണ്ട്. അപ്പോൾ ക്ഷമല്ല. അപ്പോൾ നമുക്ക് മന്തി കഴിച്ചിട്ട് ബാക്കി വിവരം ഞങ്ങളോട് പറയാം. മലപ്പുറം അല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഒരു രക്ഷല ഇറച്ചൊക്കെ നോക്കിയാൽ കഴി പിടിക്കുമ്പോഴേക്കൊണ്ട് പോരുന്നുണ്ട്. ദമ്മിൽ വരുന്നോണ്ടാ നോക്കിയാൽ വെറുതെ കൊണ്ട് കയ്യിൽ പോരാ. സാധനം നമ്പർ വൺ ഒരു രക്ഷ ടേസ്റ്റാണ്. റൈസൊക്കെ ഉണ്ടല്ലോ, വക്ക റൈസ്, ഒരു രക്ഷയില്ല. അപ്പോൾ മാണിക്കയിലപ്പോൾ ഇത് എങ്ങനെയൊക്കെ നോക്കി വീഡിയോ കണ്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണുന്നത് വരെ ദാ പോയി.